ആർക്കും ഒരാൾക്ക് പനി പിടിച്ചു. അപ്പൊ ഞങ്ങൾ അഭിനയിക്കാൻ വേണ്ടിട്ട് ലാലേട്ടൻ എന്റെ വീട്ടില് കുറെ കുതിരകളുണ്ട്, ഞാൻ നാളെ അഭിനയിച്ച ഒരു കുതിരയെ അങ്ങനെ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞങ്ങള് ഞാൻ ഈ അടുത്ത് എന്നിട്ട് ചേച്ചിക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോ ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു. സുധീഷ് ഏട്ടൻ കോഴിക്കോട് തന്നെയാണ്. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് ലൊക്കേഷൻ കോഴിക്കോട് നിന്ന് പോവും, തിരിച്ചു വരുന്ന ഒരുമിച്ച് വരും, പിന്നെ വീട്ടിലൊക്കെ പോകും. ഇപ്പൊ ഇങ്ങനെ കോഴിക്കോട് നമ്മൾ മോളിലൊക്കെ ഇങ്ങനെ ചുറ്റുമ്പോൾ അയ്യോ ഇത് ഇവരല്ലേ, പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കൊറോണ വന്നതിന് ശേഷം അങ്ങനെ പുറത്തു പോയിട്ടില്ല. ഇപ്പൊ സീരിയലിൽ ജോയിൻ ചെയ്തതിന് ശേഷവും ഇപ്പൊ അങ്ങനെ പുറത്തു പോകാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ റെസ്പോൺസ് അറിയില്ല. എന്നാലും ഓവറൊന്നുമില്ല, എന്നാലും ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ പറയാറൊക്കെ അല്ലെ. സീരിയലിൽ നമുക്കല്ലേ ഒരു മൂവിനെ പോലെ അല്ല, മൂന്ന് വെച്ചാൽ സീരിയൽ ഒരു പ്രൊലോങ് ടൈം അവർ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. അതെ അതെ, നമ്മുടെ വീട്ടിൽ ഒരാളെ പോലെ സ്നേഹം. ഇവിടെ കൊടക്ക് കുത്തു കിട്ടിയ വില്ലത്തികൾക്ക് കൊടക്ക് കുത്തിട്ടിയ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പിന്നെ ഭാവം ഒരു സീൻ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡിങ്ങിൽ വരുന്നുണ്ട് കേട്ടോ സീരിയലൊക്കെ, അതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ്? മൂവീസ് ഒന്നും കൂടെ മൂവീസിലേക്ക് കോൺടാക്ട്സ് ഒന്നുമില്ല, പക്ഷെ നല്ലത് വരികയാണെങ്കിൽ ചെയ്യും. ഒന്നും പ്ലാൻഡ് അല്ല, ലൈഫിൽ ഒന്നും പ്ലാൻഡ് അല്ല. ഇപ്പൊ 12th കഴിഞ്ഞിട്ട് അല്ല പഠിച്ചു കഴിഞ്ഞിട്ട് സീരിയലിൽ വരണം എന്ന് പ്ലാൻഡ് അല്ല, അത് അങ്ങനെ വന്നു. ആ സീരിയൽ കഴിഞ്ഞിട്ട് ഓക്കെ നിർത്താം, ലോക്ക്ഡൌൺ ആയപ്പോ മറ്റേ സീരിയൽ കബനി തീർന്നു, നിർത്താം എന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഏഷ്യനെറ്റില് ചിപ്പി ചേച്ചിയുടെ പ്രൊഡക്ഷൻ, അടിപൊളി ടീം വന്നു. അപ്പം നല്ല ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ ക്യാരക്ടർ. അപ്പൊ ഓക്കെ എന്നാ ഇത് ചെയ്യാം. അങ്ങനെ ഒന്നും പ്ലാൻഡ് അല്ല, വരുന്നു ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ല കുറച്ച് റോൾസ് വരികയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ചെയ്യാം അല്ലേ. കീർത്തന എന്താണ് നമ്മൾ SRM എങ്ങനെയുണ്ടാവും? SRM നമുക്ക് കോളേജ് നമുക്കറിയാം, അടിപൊളി കോളേജാണ്, പൊളിച്ചുകൊണ്ടിരിക്കണം. കോളേജ് ലൈഫ് ചിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനുവേണ്ടി ഹെയർ കളർ ചെയ്തു, ഓൺലൈൻ ക്ലാസ് മുടിയൊക്കെ മുന്നിലിട്ടിട്ട് അടുത്ത സെമ്മെങ്കിലും പോണമെന്ന് വിചാരിക്കാം. ഹോപ്പ്ഫുള്ളി. ഓക്കെ ഓക്കെ. പക്ഷെ അവള് ട്രിവാൻഡ്രത്ത് എന്റെ കൂടെ ഷൂട്ടിന് വരാറുണ്ട്. ഞാൻ ചേച്ചി അവിടെ വന്ന് നമുക്ക് കോളേജിൽ പോയ ഒരു വൈബ് തന്നെയാണ്. അവിടെ എന്റെ കൂടെ ഉള്ള ചേട്ടന്മാരും അപ്പൊ എന്നാ ഇനി തിരിച്ച് കോഴിക്കോടേക്ക് ഓൺ ദ വേ? ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഫസ്റ്റിന് വീണ്ടും തിരിച്ച് ട്രിവാൻഡ്രം. അപ്പൊ ഞങ്ങളെ നിങ്ങള് സിസ്റ്റേഴ്സ് തമ്മിൽ എത്രത്തോളം കോമ്പാക്റ്റബിൾ ആണ്, ഹൗ വെൽ യു ഗൈസ് നോ ഈച്ച് അതർ എന്നുള്ള സെഗ്മെന്റ് അത് ഞാനിപ്പോ ഒരു തീരുമാനമാക്കി തരാം. ഓക്കെ, യൂഷ്വലി ഹൂ ഇസ് ദ യംഗസ്റ്റ്, ഹൂ ഇസ് ദ ഓൾഡസ്റ്റ്? ഓൾഡസ്റ്റ്. ഓക്കെ. പക്ഷെ കഴിഞ്ഞ ഇവിടെ എന്നെ വലിയ ചേച്ചി അങ്ങനെ ചെയ്യല്ലേ, ചേച്ചി ഇങ്ങനെ കുറച്ച് ബോസി അല്ലേ? ഒന്നുമില്ല, റോഡിൽ നടക്കുമ്പോ മൂത്തവരല്ലേ ഈ സൈഡില് വണ്ടി വരുന്ന സൈഡിൽ ചേച്ചി ഇപ്പുറത്ത് പോകുന്ന അല്ല പേരുകൾ തമ്മിൽ